ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാമത്തെ വാക്യം, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. വചനത്തിലൊരു വലിയ പുള്ളിയ മാറിപ്പോകില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ തീരുമാനിക്കുന്ന കാര്യം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ദൈവത്തിൻ്റെ വചനം ഇരുതലവാളാണ്. ഈ വചനം ഒന്ന് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനാ മുറിയിൽ തന്നെ എഴുതി ദൈവം പ്രചോദനം തന്നിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു വചനമാണ് ജോബ് 22-28. കഴിഞ്ഞ ശുശ്രൂഷാ ജീവിതത്തിൽ ഈ വചനം ഞാൻ പഠിച്ച് അനുഭവം കിട്ടിയപ്പോൾ തൊട്ട് പലർക്കും പറഞ്ഞു കൊടുത്ത എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വെച്ചിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, സഹശുശ്രൂഷനായ തങ്കച്ചൻ ബ്രദർ, അത് വളരെ മനോഹരമായിട്ട് എനിക്കത് വർക്ക് ചെയ്ത് വെച്ച് തന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു വചനം, ഏത് വചനം വേണമെന്ന് വെച്ചപ്പോൾ ഈ വചനം. അതുകൊണ്ട് ആ വചനം ചെയ്ത് വെച്ച് തരാനുള്ളവരെ പോലും ദൈവം പറഞ്ഞു വിട്ടെന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. എൻ്റെ ജീവിതം അടിമുടി മാറുവാനായിട്ട് സഹായിച്ചിട്ടുള്ള, ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനമാണ്. പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് അസാധ്യ കാര്യവും സാധിച്ചു കിട്ടും, അത്രേ എനിക്ക് പറയാനുള്ളൂ. നീതിമാനായ ജോബ് സഹനങ്ങളെ കൂടെ എല്ലാം, ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. പക്ഷെ ആ സങ്കടങ്ങളെല്ലാം ദൈവം ഇരട്ടി ഉപരി നന്മക്കായിട്ട് തീർത്തു. അപ്പം ജോബിൻ്റെ, ദൈവദാസനായ ജോബിന് ദൈവം നൽകിയ ആ ഉൾപ്രേരണ, ആ വചനം, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഇന്ന് ഈ വചനം എൻ്റേതായിട്ട് ഞാനും കേൾക്കുന്ന നിങ്ങളുടേതായിട്ടും സ്വീകരിച്ച് ഇന്ന് തൊട്ട് ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വിടാനല്ല, ഒരു മാസം നിങ്ങളൊന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോ, പറ്റുമെങ്കിൽ എഴുതി ഒട്ടിച്ചു വെച്ചോ, കിടപ്പുമുറിയിലോ കാണുന്ന രീതിയിലോ വല്യക്ഷരത്തിൽ എഴുതി ഒട്ടിച്ചു വെച്ചോ. പഠിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ അത് മാറ്റിക്കോ. വലിയ അത്ഭുതം നടന്നിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചിട്ട്. ഒരിക്കൽ ഈ വചനത്തെക്കുറിച്ച് ഞാൻ ഒരാളോട് ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ട് പോരാൻ പോണേണ്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അയാൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന നമ്പർ 22. ഇതൊന്നും അറിയാതെ ജോബ് 22-28 പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിലാണ്. രാവിലെ അതിനേക്കാൾ ഉച്ചക്ക് മുമ്പ് കൂടിയ ആളുകളും ഡിഗ്രിയും ക്വാളിഫിക്കേഷനും. പക്ഷേ ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ, 1 ലക്ഷവും കൊടുക്കാതെ, ലക്ഷങ്ങൾ കൊടുത്തു പോലും ആളുകൾ കയറാൻ നിന്നിരുന്ന ജോലിയിൽ ഒന്നും കൊടുക്കാതെ 30 പേരിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയത് ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച മകനാണെന്ന് കൂട്ടായ്മയിൽ വന്ന് മൈക്ക് പിടിച്ച് സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാനിത് പറയത്തുമില്ല, നിങ്ങളിത് കേൾക്കത്തുമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇന്ന് ഈ വചനം നൽകുന്നത്. അതുകൊണ്ട് ഏത് അസാധ്യം, ഏത് അഴുകിയ അവസ്ഥയോ ആകട്ടെ, പ്രതിബന്ധങ്ങൾ എത്ര വലുതും ആകട്ടെ, ഈ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു താക്കോൽ വചനമായിട്ട് അതവിടെ പ്രവർത്തിച്ച്, ഏത് താഴിനും ഒരു താക്കോൽ ഉണ്ട്. അതുണ്ടാക്കുന്ന ആളൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു താക്കോൽ വചനം പോലെ നീ തീരുമാനിക്കുന്ന കാര്യം, അത് ഉള്ളിലെ കടുംകെട്ടും കടുംപിടുത്തം ഒക്കെ വിട്ടിട്ട് എളിമപ്പെട്ട് താഴേക്കിറങ്ങി ക്ഷമിച്ച് പുതുക്കി വിശ്വസിച്ച് മാറ്റം വരുത്തി ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ തീരുമാനിക്കുന്ന കാര്യം, ഇത്രയും വർഷമായി, ഇത്രയും വയസ്സായി, ഇത്രയും നാളായി എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, ആരും തരാനില്ല, എവിടെ നിന്ന് കിട്ടാനാ, എങ്ങനെ കിട്ടാനാ, അതെല്ലാം വിസ്മരിച്ചേക്കൂ. എവരി ലോക്ക് ഹാസ് എ കീ. ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. അതുകൊണ്ട് രോഗമോ പട്ടിണിയോ ദാരിദ്ര്യമോ രോഗക്കിടക്കയോ ശാപ ചുരുളുകളോ എന്തുമാകട്ടെ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, ദൈവവചനം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം തന്നെയാണ്, യേശുവാണ്, മാറ്റമില്ലാത്ത വചനം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അവിടത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് യോഹന്നാൻ പ്രവാചകൻ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും 1 യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ഷൈജു ബ്രദറിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്നെങ്കിൽ ഇതാ ഞങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 35 വർഷമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ, ധ്യാന ശുശ്രൂഷകളിൽ, കൗൺസിലിങ്ങിൽ, പ്രൈസ് ആൻഡ് വർഷിപ്പിൽ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഹീലിംഗ് പ്രയറിൽ, മധ്യസ്ഥ പ്രാർത്ഥന, ഇൻ്റർസെഷൻ പ്രയർ, എന്തിലൂടെയെല്ലാം അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അരച്ച് കലക്കി കുറുക്കി
ഹരിച്ച് ഗുണിച്ച് ഇതാ ഈ ഒരൊറ്റ വചനത്തിലൂടെ ഒന്ന് വെച്ച് പ്രാർത്ഥിച്ചോ. നിന്നെ കൂടാതെ നിൻ്റെ ദൈവത്തിന് നിന്നെ ശിക്ഷിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യത്തെ തടസ്സം നമ്മൾ തന്നെ ആയിരിക്കാം. ഇതൊന്നും നടക്കാൻ പോകണില്ല, ഇതൊക്കെ എത്ര കേട്ടതാണ് അല്ലേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ മനുഷ്യൻ അങ്ങനെയാണ് പലപ്പോഴും നെഗറ്റീവ് പെട്ടെന്ന് കയറി വരും. അതെല്ലാം വിസ്മരിച്ചേക്കും, മാറ്റിക്കളഞ്ഞേക്കും. വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ഉള്ളുരുകി പ്രാർത്ഥിക്കും, അനുദപിച്ച് പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. തെറ്റായ ബന്ധങ്ങളോ അശുദ്ധിയുടെ കെട്ടുകളോ ദുർഭാഷങ്ങളോ ഏതെങ്കിലും തഴക്കദോഷങ്ങളോ ദുശീലങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇന്ന് യേശുവിന് വിട്ടുകൊടുക്ക്, മാറ്റം വരുത്ത്. അതുകൊണ്ട് നീ തന്നെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്, തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വെറുപ്പൊക്കെ മാറ്റി ക്ഷമിച്ച് പുതിയ മനുഷ്യനാകും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. വലിയ വെളിച്ചം കുടുംബത്തിൽ കടന്നു വരും, ജീവിതത്തിൽ കടന്നു വരും. ജീവിതം മാറി മറിയും. നിന്നെ എതിർക്കുന്നവർ ഹാ എന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചവർ, വെല്ലുവിളിച്ചവർ, ഒരുത്തം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞവർ, അവർ പറയും ഇവൻ പറഞ്ഞത് സത്യമാണ്, ഞങ്ങളിപ്പോൾ അത് കണ്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതെങ്ങനെ സാധിച്ചു? നിങ്ങളുടെ ദൈവത്തിന് ഭയങ്കര ശക്തിയാണെന്ന് അവർ നിങ്ങളെ കണ്ട് പറയാൻ തുടങ്ങി. ഇത് ഭയങ്കര അത്ഭുതമായി പോയി, ഞങ്ങളും നിങ്ങളുടെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ജോബ് 22:28 ഇപ്പം തന്നെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. അത് ഉള്ളിലേക്ക് അങ്ങോട്ട് തറച്ച് ഇറങ്ങട്ടെ, തലയിൽ അത് നിറയട്ടെ, ജീവിതം മുഴുവൻ പ്രകാശിക്കട്ടെ. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. കാലാകാലം ഇരുട്ടിക്കിടക്കാനല്ല, ആ കൂരിരുട്ടിലാണ് നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടുന്നത്. ഈ കൂരിരുട്ടാണ് നിൻ്റെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റാൻ പോകുന്നത്. കൂരിരുളിലിരിക്കുമ്പോഴും കാവലിരിക്കുന്ന കാവൽക്കാർക്കൊരു പ്രത്യാശയുണ്ട്. ഒരു പ്രഭാതം ഞങ്ങളെ കാത്തിരിപ്പുണ്ട്, ഒരു പ്രഭാതം ഞങ്ങൾ ഉണരുമെന്ന്. ഇതുപോലെ തന്നെ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും തീർച്ച. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ഇവയിലൂടെ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷകളിൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ നിയമങ്ങളും അയക്കാവുന്നതും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിലൂടെയും മെസ്സേജ് ചെയ്യാവുന്നതാണ്. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ഇത് കിട്ടാത്ത നമ്മളെക്കാൾ തകർന്നിരിക്കുന്ന പലരുണ്ട്. അവർക്കെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്ത് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.